ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നലത്തെ ക്ലാസിൻ്റെ തുടർച്ച. അതേപോലെ തന്നെ നാം പരമ്പരാഗതമായ മതങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴും ഈ സവിശേഷത കാണാൻ സാധിക്കും. മറ്റു മതങ്ങളില് ഏകദൈവത്വവും ബഹുദൈവത്വവും ഒക്കെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഏത് മതദർശനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അങ്ങനെയാണ്. പെട്ടെന്ന് അവർ വ്യതിചലിച്ച് ഒരുപക്ഷെ അവരുടെ ആചാര്യന്മാരിൽ ദിവ്യത്വം ആരോപിക്കുന്ന അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് ആരോപിക്കുന്ന അവസ്ഥയിലേക്ക് വ്യതിചലിച്ചു പോകും. പക്ഷെ ഇസ്ലാമുണ്ടല്ലോ, അതിൻ്റെ ശുദ്ധ പ്രകൃതിയുള്ള ആ തെളിമയിൽ തന്നെ, ഏകദൈവത്വം എന്ന അടിത്തറയിൽ തന്നെ അടിയുറച്ച് നിലകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ബൈബിൾ ഏകദൈവത്വമാണ് പ്രസ്താവിക്കുന്നത്. അതേസമയം ക്രൈസ്തവരോ ത്രിയേകത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ആ വൈരുദ്ധ്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. വേദഗ്രന്ഥം ഏകദൈവത്വം ഘോഷിക്കുന്നു, അതേ സമയത്ത് അതിൻ്റെ വക്താക്കളോ അവർ ത്രിയേകത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. യഹൂദരുടെ അവസ്ഥ നോക്കൂ. യഹൂദ സമുദായം മാത്രം ആണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ. അപ്പോൾ മറ്റുള്ളവർ അന്യരാണ് ദൈവത്തിന്. സവർണ മേധാവിത്വം വെച്ച് പുലർത്തുന്ന സമീപന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കും. അത് നിലവിലുള്ള എല്ലാ മതസമൂഹങ്ങളിലും വളരെ വ്യക്തമാണ്. അവിടെയാണ് ഇസ്ലാം അതിൻ്റെ ഒന്നാമത്തെ നാള് മുതൽ എന്നും ഖുർആൻ ഊന്നിപ്പറയുന്ന ഏകദൈവത്വം എന്ന അടിത്തറയിൽ ഊന്നി നിന്നുകൊണ്ട് മാനവികതയിലേക്ക് ചിറക് വിരുത്തുന്ന ഒരു പ്രത്യയശാസ്ത്രമായിട്ട് വേറിട്ട് നിൽക്കുന്നത്. ബഹുദൈവത്വത്തെ തത്വത്തിലും പ്രയോഗത്തിലും ഇസ്ലാം മാറ്റി നിർത്തുക ചെയ്യുന്നത്. ഇസ്ലാം മറ്റ് സിദ്ധാന്തങ്ങളെക്കാൾ തെളിച്ചമുള്ളതാക്കുന്നത് ഈ ഒരു അടിത്തറയാണ് എന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതിനാൽ അതിൻ്റെ വക്താക്കൾ ഈ ഏകദൈവത്വ സിദ്ധാന്തത്തിൽ വല്ല കലർപ്പും വന്നു പോകുന്നതിൽ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി തന്നെ നിലകൊള്ളേണ്ടതുണ്ട്. അതിൽ കലർപ്പ് വന്നാൽ മറ്റ് പല മതങ്ങളും പോലെ ഒരു മതം ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി എന്ന നിലയ്ക്ക് ഉയർന്നു നിൽക്കുവാനുള്ള ആ ഒരു ആദർശപരമായ ധാർമ്മികമായ കരുത്ത് അർഹത നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ ഇസ്ലാമിന്റെ ഓരോ വിശദാംശങ്ങളും പഠിച്ചു നോക്കും. എല്ലാം വളരെ യുക്തിഭദ്രമാണ്. പരലോകമായാലും വിചാരണയായാലും സ്വർഗനരകങ്ങളായാലും ആർക്കും ബോധ്യപ്പെടുന്ന പുലരുമെന്നുറപ്പുള്ള യാഥാർത്ഥ്യങ്ങളായിട്ട് മനസ്സിലാവും. ഇനി നിയമവിധികൾ എടുത്ത് പരിശോധിച്ച് നോക്കും. ആരാധനാക്രമങ്ങൾ, അതിലെ നിയമവിധികൾ, അതിലെ യുക്തിബോധം, ഇനി സിവിൽ ക്രിമിനൽ നിയമങ്ങൾ എല്ലാം ആദി വിശുദ്ധിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. നിഷിദ്ധങ്ങൾ യുക്തിപരം മാത്രം ആണ് എന്ന് ബോധ്യപ്പെടും. മദ്യം അത് നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ ആർക്കാണത് ബോധ്യപ്പെടാത്തത്? അല്ലെ? പലിശ, പന്നിമാംസം, ഇങ്ങനെ തുടങ്ങിയിട്ട് അടിസ്ഥാനപരമായിട്ട് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ യുക്തിഭദ്രമാണ് എന്നാർക്കും മനസ്സിലാവും. ലോകം പരിഷ്കൃതം എന്ന് വിളിക്കപ്പെട്ടപ്പോ ഇവയൊക്കെ പഴഞ്ചനായി പോയോ? ഈ നിയമവിധികൾ ഒരിക്കലും അങ്ങനെയല്ല, എന്നും നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇസ്ലാം അനുവദിച്ചതും നിരോധിച്ചതും ഒക്കെ പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ബൈബിളില് പലിശ നിരോധിച്ചിരിക്കുന്നു. പക്ഷെ ആധുനിക യഹൂദ ക്രൈസ്തവ മതങ്ങൾ പലിശക്ക് എതിരല്ല എന്ന് മാത്രമല്ല, അതിൻ്റെ വക്താക്കളായിട്ടാണ് ലോകത്ത് അവർ അറിയപ്പെടുന്നത്. മദ്യത്തിന്റെ മുഖ്യ ഉൽപാദകർ അവരാണ്, ഉപഭോക്താക്കളും അവർ തന്നെയായിട്ട് മാറുന്നു. അതേപോലെ പ്രകൃതി വിരുദ്ധമായ നിലപാടുകൾ മതസമൂഹങ്ങളിൽ ഉണ്ടായി. ഉദാഹരണത്തിന് സന്യാസം. നടപ്പാക്കാൻ കഴിയാത്ത ഒന്നിനെ സ്വയം ഏറ്റെടുത്ത് ആ ഭാരത്തിന്റെ അകത്ത് അകപ്പെട്ട് പ്രകൃതിപരമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് കുറുക്കു വഴികൾ തേടുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറി. അവിടെ ഇസ്ലാം മനുഷ്യനെ കുടുംബജീവിതം എന്ന ഏറെ വിശുദ്ധവും ശുദ്ധ പ്രകൃതിയുമുള്ളതുമായ ജീവിതശൈലി പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോന്നും താരതമ്യം ചെയ്ത് പഠിക്കുമ്പോഴാണ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി എന്ന ആശയം കൂടുതൽ തെളിച്ചമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, അത് വലിയ ഒരു ആശയപ്രപഞ്ചത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അല്ലാതെ കേവലമായ ഒരു വിജയം എന്നുള്ളതല്ല.
അത് ഒരുപക്ഷെ ചില ഘട്ടങ്ങളിൽ സംഭവിച്ചേക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം അതിന്റെ പൂർണ്ണത കൈവരിച്ച് ഒരു രാഷ്ട്രമായും ഒരു സൈനിക ശേഷിയായും എല്ലാം വളർന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും നിലനിർത്താൻ കഴിയുന്ന ഒരു അതിജീവനം ആണ് ആദർശപരമായ അതിജീവനം. അതിനു വേണ്ടിയിട്ട് നിരന്തരമായി ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വ്യവസ്ഥിതിയായിട്ട് സാമൂഹിക മാറ്റത്തിന്റെ ചാലകശക്തിയായിട്ട് മാറും. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. അതോടൊപ്പം തന്നെ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി എന്നത് രാഷ്ട്രീയവും സൈനികവുമായ വിജയം കൂടിയാണ് എന്ന അർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടത് കാണാം. അന്ത്യപ്രവാചകന്റെ നിയോഗം ഹറം പ്രദേശത്തെ കൃത്രിമ മതങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധമാക്കി അവിടെ സത്യദീൻ വിജയകരമായിട്ട് സ്ഥാപിതമായി. അതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. അങ്ങനെ സംഭവിച്ചല്ലോ ഫത്ഹ് മക്കയോട് കൂടിയിട്ട്. പിന്നീട് ഹജ്ജത്തുൽ വിദാഓട് കൂടിയിട്ട് പൂർണ്ണമായും അവിടം സകല അസത്യങ്ങളിൽ നിന്നും ശുദ്ധി ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെ? പ്രകൃതിപരമായി തന്നെ. അതൊരിക്കലും ബലപ്രയോഗത്തിലൂടെ സംഭവിച്ചതായിരുന്നില്ല. സ്വാഭാവികമായ ഒരു മാറ്റം അവിടെ സംഭവിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ മുഴു ലോകത്തിൻ്റെയും പ്രകാശത്തിന്റെ ഉറവിടമായിട്ട് ഇന്നും നിലനിൽക്കുന്നു മക്കയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും എന്നാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയുടെ സാഫല്യം കൂടിയാണ് അത് എന്നുകൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ഒന്നുകൂടി വ്യക്തത അതിൽ കൈവരുന്നത്. ലോകം മുഴുവൻ പിന്നീട് ഈ സത്യം വ്യാപിക്കുന്നു, നീതിയും ധർമ്മവും സ്ഥാപിതമാവാനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുന്നു എന്ന് കാണാം. യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് ഇസ്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അനുകൂലമായും പ്രതികൂലമായും. ഇതെല്ലാം ഈ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങളാണ്, ചില പേറ്റുനോവുകളാണ് എന്ന് നാം തിരിച്ചറിയണം. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. അങ്ങനെയാണല്ലോ, പുൽനാമ്പ് അവസരം കിട്ടുമ്പോൾ, അനുകൂല കാലാവസ്ഥ വരുമ്പോൾ പെട്ടെന്നത് മുളച്ചു പോകുന്നത് കാണാം അല്ലേ? എന്ന് പറയും പോലെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള കരുത്ത് തീർച്ചയായിട്ടും ഇസ്ലാം എന്ന ഈ പ്രത്യയശാസ്ത്രത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പിന്നെയും പിന്നെയും നമ്മെ ബോധ്യപ്പെടുന്നത്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു ആശയം, ഈ ദീന് എന്നത് മറ്റു വല്ല പ്രത്യയശാസ്ത്രങ്ങളുടെയും അധികാര കേന്ദ്രങ്ങളുടെയും ഒക്കെ അരികു പറ്റിയിട്ട് എങ്ങനെയെങ്കിലും കഴിച്ചുകൂട്ടുക എന്നൊരവസ്ഥയുണ്ടല്ലോ, മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ കഴിഞ്ഞുകൂടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഖ്യമുന്നണിയായിട്ട് മറ്റുള്ളവരുടെ മേൽക്കോയ്മക്ക് കീഴിൽ നിലനിൽക്കേണ്ട ഒന്നല്ല. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. സകല ദീനുകൾക്ക് മുകളിൽ നിലയുറപ്പിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. നേതൃപരമായ ശേഷിയുള്ള പ്രത്യയശാസ്ത്രമാണ് എന്ന് മനസ്സിലാക്കണം. ആദർശപരമായിട്ട് ഇസ്ലാമും ഇതര സിദ്ധാന്തങ്ങളും രാവും പകലും പോലെ വേറിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂട്ടിക്കെട്ടാൻ സാധ്യമല്ല. അതേസമയത്ത് താൽക്കാലികമായ നീക്കുപോക്കുകൾ എന്ന നിലക്കൊക്കെ ഉണ്ടല്ലോ, രാഷ്ട്രീയമായ ചില നിലപാടുകൾ എന്ന രൂപത്തിലൊക്കെ ഉള്ള അഡ്ജസ്റ്റ്മെന്റുകൾ സംഭവിച്ചേക്കാം. എന്നല്ലാതെ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ മറ്റൊന്നിനോട് ചേർത്ത് പറയുവാൻ, ഒന്നിന്റെ പിറകിൽ വെച്ച് കെട്ടുവാൻ സാധ്യമല്ലാത്ത ഒരു സവിശേഷമായ പ്രകൃതം ഇസ്ലാമിനുണ്ട്. അതുകൊണ്ടാണ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. ഏതെങ്കിലും മറ്റ് പല ദർശനങ്ങളും പോലെ ഒന്ന് എന്നുള്ളതല്ല, പല മതങ്ങളും പോലെ ഒരു മതം എന്നല്ല, സകല മതങ്ങൾക്കും മുകളില് സകലതിനെയും അതിജയിച്ചു നിൽക്കാനുള്ള കരുത്തുള്ളതാണിത് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ഒടുവിൽ സൂക്തം അവസാനിക്കുന്നത് എങ്ങനെയാണ്? വലൗ കരിഹൽ മുശ്രിക്കൂൻ എന്നാണ്. ബഹുദൈവവാദികൾ എത്ര തന്നെ വെറുത്താലും. 8-ാം സൂക്തം അവസാനിച്ചത് വലൗ കരിഹൽ കാഫിറൂൻ ആയിരുന്നു. 9-ാം സൂക്തം വലൗ കരിഹൽ മുശ്രിക്കൂൻ എന്നാണ്. അൽ കാഫിറൂൻ എന്ന് പറഞ്ഞത് ചരിത്രപരമായിട്ട് ഇവിടെ ഉദ്ദേശം മുകളിൽ പറഞ്ഞ വിഷയത്തോട് ചേർത്ത് പറയുമ്പോൾ വേദക്കാരാണ് ഉദ്ദേശിക്കപ്പെടുന്നതെങ്കിൽ, അൽ മുശ്രിക്കൂൻ എന്നത് അറേബ്യൻ വിഗ്രഹാരാധകരായിരിക്കും. ഇന്ന് പുതിയ കാലത്ത് നമ്മൾ പറയുമ്പോൾ ഈ വിഭാഗങ്ങളൊക്കെയും ഇസ്ലാമിനെതിരിൽ ഒരു മുക്കൂട്ട് മുന്നണിയായിട്ട് മാറിയ ഒരു ത്രിയേകത്വ നിലപാടിലെത്തിച്ചേർന്ന കാലമാണിത് അല്ലെ? സിയോണിസവും അതുപോലെ തന്നെ ക്യാപിറ്റലിസവും അതേപോലെ ഫാഷിസവും
ഒക്കെ ഒന്നു ചേർന്നിട്ടുള്ള ഒരു കാലമാണ്. അവരെല്ലാം ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ സത്യമതത്തെ നിഷേധിക്കുന്ന, ബഹുദൈവത്വ നിലപാട് സ്വീകരിക്കുന്ന എല്ലാവരും ഈ പ്രയോഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനാൽ ഈ പ്രകൃതി വിശുദ്ധിയുള്ള ആദർശം അത് ഉയർക്കൊള്ളുക തന്നെ ചെയ്യും, ആരു തന്നെ അതിനെതിരിൽ നിലകൊണ്ടാലും എന്ന് ഈ സൂക്തത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വചനങ്ങളെ യഥാവിധി അറിഞ്ഞ് ഉൾക്കൊള്ളുവാനും അതിൻ്റെ ആത്മീയ ഭദ്രതയും ലോകത്തിനുമേൽ വ്യാപരിക്കുവാനുള്ള അതിൻ്റെ ശേഷിയും തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, സത്യം സത്യമായി ഗ്രഹിക്കുവാൻ, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ലോകത്തിന് നീ തൗഫീഖ് നൽകണേ നാഥ. അസത്യത്തെ അസത്യമായി തിരിച്ചറിയുവാനും അതിൽ നിന്ന് പിന്മാറുവാനുമുള്ള ശേഷി നൽകണേ നാഥ. ഈ വിശുദ്ധമായ ആദർശത്തില് ആത്മവിശ്വാസത്തോടെ അടിയുറച്ചു നിൽക്കാനുള്ള ഈമാനികമായ കരുത്ത് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിക്കണേ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.